Hello students. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ആന്റി ഡെറിവേറ്റീവ് ഓഫ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ ഇന്റഗ്രേഷൻസ് വെച്ചിട്ടുള്ള ഫോർമുലാസ് ആയിരിക്കും നോക്കാം. ഇന്റഗ്രൽ dx by root of a square plus x square is equal to sin h inverse x by a plus c. ഈക്വേഷൻസ് എല്ലാം നന്നായിട്ട് പഠിക്കണം കേട്ടോ. എല്ലാം ട്രിഗണോമെട്രി പഠിച്ച പോലെ തന്നെ ഇവിടെയും ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ബൈ ഹാർട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ ഇൻ്റഗ്രൽ 1 by root of x square minus a square dx. That is cos h inverse x by a plus c, where x greater than a greater than 0. Next one, integral 1 by root of a square minus x square dx. രണ്ട് വാല്യൂസ് വരാം അതിന്. 1 by a tan h inverse x by a plus c if x square is less than a square, and 1 by a cot h inverse x by a plus c if x square is greater than a square. Okay. Next one, integral 1 by root of a square minus x square dx is equal to minus 1 by a sec h inverse x by a plus c if 0 less than x less than a. അപ്പോൾ ഇത് നോക്കി, ഇത് രണ്ടും ഈ മൂന്ന് ഫോർമുലയും ഈ സെയിം ഇൻ്റഗ്രൻ്റ് വരുമ്പോൾ തന്നെയാണ് വരുന്നത്. അതിൽ ആ എക്സിൻ്റെയും എയുടെയും വാല്യൂസിനെ വെച്ചിട്ടാണ് ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറൈസേഷൻ വന്നിരിക്കുന്നത്. എക്സ് സ്ക്വയർ ലെസ് ദാൻ എ സ്ക്വയർ ആകുമ്പോൾ ടാൻ എച്ചിൻ്റെ ടേംസിൽ, എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ ആകുമ്പോൾ കോട്ട് എച്ച് ഇൻവേഴ്സിൻ്റെ ടേംസിൽ, ഇൻ ബിറ്റ്വീൻ എക്സ് ഈസ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് എ വരുമ്പോൾ minus 1 by a sec h inverse x by a plus c. അപ്പോൾ അത് കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ, എപ്പോഴാണ് ആ വാല്യൂസ് മാറണേന്നുള്ളത്. അടുത്തത് ഇൻ്റഗ്രൽ 1 by x into root of a square plus x square dx equal to minus 1 by a cosec h inverse mod x by a plus c. minus 1 by a cosec h inverse mod x by a plus c. ഓക്കെ, ഇതാണ് വരുന്നത്. അപ്പം എല്ലാ ഫോർമുലാസും പഠിക്കുക, എന്നാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ദ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ 2 by root of 3 plus 4x square dx. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാനായിട്ട് അറിയണത് 1 by root of a square plus x square നമുക്കറിയാം അല്ലേ, സൈൻ എച്ച് ഇൻവേഴ്സിൻ്റെ ടേംസിലാണ് അത് വരുന്നത്. അപ്പോൾ ആ ഒരു ഫോമിലേക്ക് ഇതിനെ ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോണത്. So first put u is equal to 2x, so that du is equal to 2 dx and a is equal to root 3 എന്നെടുത്താൽ മതി. സ്ക്വയർ ആക്കി എഴുതണമല്ലോ. അപ്പോൾ ഇതിന് നമുക്ക് 2 dx, 2ന് നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാം. ദെൻ ഇവിടെ നമുക്ക് 3ക്ക് പകരം root 3 the whole square എന്ന് എഴുതാം. 4x സ്ക്വയറിന് പകരം നമുക്ക് 2x the whole square എന്ന് എഴുതാം. അപ്പോൾ ഇത് 2 ഔട്ട്സൈഡ് കൊടുത്താൽ ഇൻ്റഗ്രൽ, ഇപ്പോൾ ഡി യു എന്നുള്ളൊരു ടേംസിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ 2 dxന് പകരം ഡി യു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് യു സ്ക്വയർ, യു ഈക്വൽ ടു 2x ആൻഡ് എ ഈസ് ഈക്വൽ ടു root 3. ഈ ഒരു ഫോമിൽ വന്ന സൈൻ എച്ച് ഇൻവേഴ്സ് യു ബൈ എ പ്ലസ് സി ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടാണ് നമ്മളത് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സൈൻ എച്ച് ഇൻവേഴ്സ് യു ബൈ എ പ്ലസ് സി, അപ്പോൾ സൈൻ എച്ച് ഇൻവേഴ്സ് 2x ബൈ root 3 പ്ലസ് സി. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോമിലേക്ക് മാറ്റിയിട്ട് ചെയ്യാം കേട്ടോ അങ്ങനെയുള്ള പ്രോബ്ലംസ് വന്നാൽ. അടുത്തത് ഇൻ്റഗ്രൽ 1 by root of x square plus 6x plus 10 dx. അപ്പോൾ ഇതിനെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമിൽ വന്നാലാണ് സൈൻ എച്ച് ഇൻവേഴ്സ് എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 6x plus 10 ഉണ്ട് എന്നുള്ളതറിയാം. അപ്പോൾ നമ്മൾ അതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഫോമിൽ എഴുതുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് എക്സ് പ്ലസ് 3 the whole square എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 6x plus 9 വരെ വരും എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയറിൽ. അത്രയും കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1 ബാക്കിയുണ്ട്. ആ 1നെ വേണമെങ്കിൽ നമുക്ക് പ്ലസ് 1 സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതാമല്ലോ. അപ്പോൾ അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് ഇതിലൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. സൈൻ എച്ച് ഇൻവേഴ്സിൻ്റെ ടേംസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1 by root of x plus 3 whole square plus 1 square dx എന്ന് എഴുതി. എന്നിട്ട് യുവിൻ്റെ പ്ലേസിൽ എക്സ് പ്ലസ് 3 കൊടുക്കും, എയുടെ പ്ലേസിൽ 1ഉം കൊടുക്കും. പുട്ട് യു ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 ആൻഡ് എ ഇസ് ഈക്വൽ ടു 1. സോ ദാറ്റ് ഡി യു ഇസ് ഈക്വൽ ടു ഡി എക്സ്, ഡി യു ഈക്വൽ ടു ഡി എക്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ മുകളിൽ ഡി യു, ഇവിടെ യു സ്ക്വയർ, ഇവിടെ 1 സ്ക്വയർ. അപ്പോൾ സൈൻ എച്ച് ഇൻവേഴ്സ് യു ബൈ എ പ്ലസ് സി ആണ്.
അപ്പോൾ സൈൻ എച്ച് ഇൻവേഴ്സ് യു ബൈ 1 പ്ലസ് സി. യുവിന് പകരം വീണ്ടും നമ്മൾ ആൻസർ എഴുതുമ്പോൾ എക്സ് പ്ലസ് 3 എന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പെർഫെക്റ്റ് സ്ക്വയർ എല്ലാം പ്ലസ് ആയിട്ട് ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈൻ എച്ച് ഇൻവേഴ്സിൻ്റെ ടേംസിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തത് ഇവാലുവേറ്റ് ദ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ 0 to 1 2 dx by root of 3 plus 4x square. ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത പ്രോബ്ലമാണ്. തൊട്ട് മുമ്പത്തേൻ്റെ മുമ്പിലായിട്ട് ഫസ്റ്റ് ചെയ്ത പ്രോബ്ലമാണ്. അതിൽ ആ ലിമിറ്റും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അത് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസറായി. അടുത്തത് ചെറിയ ക്ലാരിറ്റി കുറവുണ്ട് അല്ലേ? നോട്ടിൽ നോക്കാം കേട്ടോ. നോട്ട് കൃത്യമായിട്ട് അയച്ചിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. Show that integral x secant inverse x dx equal to x square by 2 into secant inverse x minus 1 by 2 into root of 1 minus x square plus c. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ RHSലുള്ളതിനെ y എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. പുട്ട് y is equal to x square by 2 secant inverse x minus half into root of 1 minus x square plus c എന്നെടുത്തു. Then dy by dx ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dy by dx കാൽക്കുലേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച 2x ബൈ 2 ഉണ്ട്. അപ്പോൾ 2 ക്യാൻസൽ ചെയ്ത് 2xൻ്റെ എക്സ് മാത്രം എക്സ് സീക്കച്ച് ഇൻവേഴ്സ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു സീക്കച്ച് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് അല്ല മൈനസ് ആയിരുന്നു ഇവിടെ. ഇതിൻ്റെ ഡെറിവേറ്റീവും കൂടി എടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു മൈനസും കൂടി വരും. പിന്നെ ഒരു 2x മുകളിൽ വരും. വീണ്ടും ഒരു 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ താഴെ വരും. അപ്പോൾ ഇവിടെ 2x ബൈ 4 വരും. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഡിഫറൻഷിയേഷൻ മാത്രമേ നമ്മളിപ്പോൾ ചെയ്തുള്ളൂ. ഇനി നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്കിവിടെ എക്സ് സീക്കച്ച് ഇൻവേഴ്സ് എക്സ് ഉണ്ട്. ബാക്കിയുള്ളത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ എക്സ് ക്യാൻസൽ ചെയ്യും. ഇവിടെ ഒരു മൈനസ് വരും. ഇവിടെ ഈ 2 ക്യാൻസൽ ചെയ്തിട്ട് അടിയിൽ 2 വരും. അപ്പോൾ ഈ രണ്ട് ടേംസും പ്ലസും മൈനസും ആയിട്ട് വന്നിട്ട് വെട്ടിപ്പോവും. ചെയ്ത് നോക്കിയാൽ അറിയാം കേട്ടോ. ബാക്കി എക്സ് സീക്കച്ച് ഇൻവേഴ്സ് എക്സേ വരുള്ളൂ. അപ്പോൾ ഫ്രം ദാറ്റ് dy ഈസ് ഈക്വൽ ടു എക്സ് സീക്കച്ച് ഇൻവേഴ്സ് എക്സ് ഡി എക്സ്. അപ്പോൾ y കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് dy ആണ് കേട്ടോ. ഇവിടെ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ dy എന്നൊരു ടേമും കൂടി ഈ സൈഡിലൊന്ന് എഴുതിക്കോളൂ കേട്ടോ. dy ഈസ് ഈക്വൽ ടു എക്സ് സീക്കച്ച് ഇൻവേഴ്സ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇനി അതിൽ നിന്ന് y കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ y ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സീക്കച്ച് ഇൻവേഴ്സ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ സീക്കച്ച് ഇൻവേഴ്സ് എക്സ് അത് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക, എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. അപ്പോൾ സീക്കച്ച് ഇൻവേഴ്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ 2. ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് സീക്കച്ച് ഇൻവേഴ്സ് എക്സ് ആണ് എടുത്തിരിക്കുന്നത്. മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. ഇതിൽ കുറച്ച് ടേംസും കൂടെ ബാക്കിയുണ്ട്. അതുപോലെ ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡിലും എക്സ് സ്ക്വയർ ബൈ 2 എന്നുള്ളൊരു ഇതുണ്ട്. എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കിയുള്ളതാണ് ഈ 1/2 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെട്ടിക്കളഞ്ഞിട്ടാണ് ഇതിലേക്ക് എത്തുള്ളൂ കേട്ടോ. സീക്കച്ച് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക, എക്സിൻ്റെ ഇൻ്റഗ്രൽ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ 2 എഴുതുക. അത് ക്യാൻസൽ ചെയ്ത ശേഷമാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ടേം കിട്ടിയിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ആൻസർ വരിക. അത് ചെയ്ത് അവസാനിപ്പിക്കാം. അടുത്തത് നമുക്കൊരു പ്രോബ്ലം. ഇവാലുവേറ്റ് ദ ഇൻ്റഗ്രൽ 1 to 2 dx by x into root of 4 plus x square in terms of ഇൻവേഴ്സ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആൻഡ് നാച്ചുറൽ ലോഗരിതം രണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഫോമിൽ എഴുതുക. ഇൻ്റഗ്രൽ 1 to 2 dx by x into root of 4 plus x square എന്ന് പറഞ്ഞാൽ ഇവിടെ dx by, അപ്പോൾ ഇതിൽ ഇൻ്റഗ്രൽ 1 to 2 dx by x into root of 4 plus x square എന്ന് പറയുമ്പോൾ ഇവിടെ x into a സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നുള്ള ഫോമാണ്. ഇത് നമ്മുടെ കൊസീക്കച്ച് ഇൻവേഴ്സിൻ്റെ ഫോമാണ്. അപ്പോൾ ഇതിന് നമുക്ക് മൈനസ് 1/2 ഇൻറ്റു കൊസീക്കച്ച് ഇൻവേഴ്സ് എക്സ് ബൈ 2 ഇത് ആ ഫോർമുലയായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം കേട്ടോ. കൊസീക്കച്ച് ഇൻവേഴ്സ് എക്സ് ബൈ 2 എന്ന് എഴുതാം വിത്തിൻ ദ ലിമിറ്റ് 1 to 2 ദാറ്റ് ഈസ് മൈനസ് ഹാഫ് ഇൻറ്റു എക്സിന് വാല്യൂസ് കൊടുത്താൽ കൊസീക്കച്ച് ഇൻവേഴ്സ് 1 മൈനസ് കൊസീക്കച്ച് ഇൻവേഴ്സ് 1/2. ഓക്കെ,
അപ്പോൾ അതാണ് അവിടെ വാല്യൂ വരുന്നത്. അത്രയും ചെയ്തിട്ടാൽ മതിയാവും. ഇനി അത് തന്നെ നാച്ചുറൽ ലോഗിൻ്റെ ടേംസിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം കൊസീക്കച്ച് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ln 1/x പ്ലസ് റൂട്ട് ഓഫ് 1+x² ബൈ മോഡ് എക്സ് ആണ്, വേറെ x നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളത്. സോ ഈ വാല്യൂവിനെ നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്ലേസിലെല്ലാം ഈ വാല്യൂ, ഈ ഫോർമുലയിൽ വരുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് എഴുതാനായിട്ട് പറ്റും. ഇപ്പോൾ കൊസീക്കച്ച് ഇൻവേഴ്സ് 1/2 എന്ന് പറയുമ്പോൾ ln 1/1/2 ദാറ്റ് ഈസ് 2 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് 1/2² ദാറ്റ് ഈസ് 1/4. അതിപ്പോൾ അവിടെ റൂട്ട് 5/4 വരും. ഇവിടെ മോഡ് എക്സ് എടുക്കുമ്പോൾ 1/2 വരും. മൈനസ് കൊസീക്കച്ച് ഇൻവേഴ്സ് 1ൻ്റെ പ്ലേസിൽ അതിനനുസരിച്ചിട്ട് എക്സിന് വാല്യൂ കൊടുത്തിട്ട് ബാക്കിയുള്ളത് അവിടെ എഴുതുക. അപ്പോൾ ln(a) മൈനസ് ln(b) എന്നുള്ളൊരു ഫോം ആയതുകൊണ്ട് അതിനൊന്നുകൂടെ ഷോർട്ടൺ ചെയ്തിട്ട് LC ഒക്കെ എടുത്ത് ln(a/b) ഫോമിൽ എഴുതിയിട്ടുണ്ട്. ആ ln(a/b) ഫോമിൽ എഴുതുമ്പോൾ റെസിപ്രോക്കൽ ഉണ്ടെങ്കിൽ അതൊക്കെ ക്യാൻസൽ ചെയ്തൊക്കെ കളഞ്ഞ്, വാല്യൂസ് ഏതെങ്കിലും ക്യാൻസൽ ചെയ്യാണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ടാണ് ഇവിടെ ഫൈനൽ ആൻസർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ LC എടുക്കുമ്പോൾ ഇവിടെ 1/2 അല്ലേ, അപ്പോൾ 2 എന്തായാലും മുകളിലേക്ക് പോരും. ഇവിടെ 1/2 ഉള്ളതിൻ്റെ 2 മുകളിലേക്ക് പോരും. പിന്നെ 2 മുകളിലേക്ക് പോകുന്ന ഇവിടെ LC എടുക്കുമ്പോൾ അത് മാത്രമല്ല, ഇവിടെ LC എടുക്കേണ്ടി വരില്ല. ഇവിടെ റൂട്ട് 5/4ൻ്റെ റൂട്ട് 5 അവിടെ നിന്നോട്ടെ, 4ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ അടിയിലൊരു 2 വരും. പിന്നെ അടിയിൽ ഇവിടെ വീണ്ടും ഒരു 1/2 ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ 2 ക്യാൻസൽ ചെയ്ത് പൊക്കോളും. അപ്പോൾ ബാക്കി ഉണ്ടാവുക ln 2 പ്ലസ് റൂട്ട് 5 ഇവിടെയും, പിന്നെ ഇതിൻ്റെ 1 പ്ലസ് റൂട്ട് 2 ഇവിടെ താഴെയും വരും കേട്ടോ. ഇവിടെ ഈ ഇതിന് മാത്രം റൂട്ട് എടുക്കുക, 4ന് മാത്രം റൂട്ട് എടുക്കുക, പിന്നെ ഈ 1/2 ആയിട്ട് അത് ക്യാൻസൽ ചെയ്ത് പൊക്കോളും. ഓക്കെ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ നോക്കാട്ടോ. ഫൈനൽ ആൻസറിലേക്ക് എത്താനായിട്ട് നമുക്ക് ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ചെയ്യേണ്ടി വരും. അത്യാവശ്യം ഒരു നല്ല ആൻസറായിട്ട്, ഒരു ചെറിയ ആൻസറായിട്ട് അത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യാം. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചിരുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കാൽക്കുലേഷൻ അവിടെ എന്താ ചെയ്തിരിക്കണേ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഈ ചാപ്റ്ററിൽ ഉണ്ടെങ്കിൽ ചോദിക്കുക, മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. ഓക്കെ.